മലപ്പുറം നിലമ്പൂർ മണിമൂളി ക്രിസ്തുരാജ ഫൊറോന ദേവാലയം ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് പുൽക്കൂടൊരുക്കി ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ഒന്നും ഉപയോഗശൂന്യമല്ല എന്നും ക്രിസ്തുവിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നുമുള്ള സന്ദേശം ലോകത്തിന് പകരുന്നതിനായാണ് പാഴ്വസ്തുക്കൾ കൊണ്ട് പുൽക്കൂടൊരുക്കുന്നത്. പള്ളി അങ്കണത്തിൽ തയ്യാറായിരിക്കുന്നത് 70-ലേറെ പുൽക്കൂടുകളാണ്. മലപ്പുറം നിലമ്പൂർ മണിമൂളി ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിൽ ഇക്കുറി ഒരുക്കിയിരിക്കുന്നത് 70-ലേറെ പുൽക്കൂടുകൾ. ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ക്രിസ്തുരാജ ദേവാലയത്തിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പുതുമ ഒരുക്കാൻ വൈദികരും ഇടവകാംഗങ്ങളും തീരുമാനിച്ചപ്പോഴാണ് ദേവാലയത്തിൽ കൂടുതൽ പുൽക്കൂടുകൾ എന്ന ആശയം ഉയർന്നു വന്നത്. നമ്മൾ ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് പുൽക്കൂട് ഒരുക്കുക എന്ന ആശയത്തിന് തുടക്കം മുതൽ തന്നെ ഇടവക ജനങ്ങളുടെ സ്വീകാര്യത ഏറി വന്നു. ചെറുതും വലുതുമായ 70-ലേറെ പുൽക്കൂടുകൾ പള്ളിമുറ്റത്ത് സ്ഥാനം പിടിച്ചു. ഇതിനോടകം ഓരോ കുടുംബങ്ങളും നിർമ്മിച്ച പുൽക്കൂടുകൾ ഏറെ ശ്രദ്ധേയമാണെന്ന് മണിമൂളി ക്രിസ്തുരാജ ഫൊറോന വികാരി ഫാദർ ബെന്നി മുതിരക്കാലായിൽ പറഞ്ഞു. നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു അനുഭവമുണ്ട്. നമ്മുടെ വികാരിച്ചന്മാർ ഇടവക ജനത്തോട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അതിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കും എന്നുള്ളത് എനിക്ക് ക്രിസ്തുമസിനെ അർത്ഥവത്താക്കുന്നതാണ് ഓരോ പുൽക്കൂടുകളും. പഴയകാലത്തെ പുൽക്കൂടുകൾ മുതൽ ന്യൂജൻ പുൽക്കൂടുകൾ വരെ ഒന്നിച്ച് കാണുവാൻ ദേവാലയമുറ്റത്തെ പുൽക്കൂടുകളിലേക്ക് നോക്കിയാൽ മതിയെന്നും ഫാദർ ബെന്നി മുതിരക്കാലായിൽ പറഞ്ഞു. കുട്ടികളും രക്ഷിതാക്കളും ഒരേ മനസ്സോടെ പുൽക്കൂട് ഒരുക്കാൻ തയ്യാറായപ്പോൾ അത് 70-ലേറെ പുൽക്കൂടുകൾക്കാണ് അവസരം ഒരുക്കിയതെന്ന് അസിസ്റ്റന്റ് വികാരി ജെറിൻ പൊയ്കയിൽ പറഞ്ഞു. നമ്മൾ ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അത് പുൽക്കൂടുകളാക്കി മാറ്റിയതോടെ മനോഹരങ്ങളായ പുൽക്കൂടുകൾക്കാണ് അവസരം ഒരുങ്ങിയത്. ഓരോ കുടുംബത്തിൻ്റെയും ഹൃദയങ്ങളിൽ യേശുദേവൻ പിറവിയെടുത്തതാണ് ഈ പുൽക്കൂടുകൾ എന്നും ഫാദർ ജെറിൻ പൊയ്കയിൽ പറഞ്ഞു. പാഴ്വസ്തുക്കളിൽ നിന്നും ഒരു പുൽക്കൂട് എന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് ഇങ്ങനെ ഒരു ആശയം രൂപപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു 580ഓളം വീടുകളുണ്ട്. കുടുംബങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഏകദേശം 70ഓളം പുൽക്കൂടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ഇടവകയുടെ ജൂബിലിയിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഒരു സമയമാണ്, നമ്മുടെ കുടുംബവർഷം കൂടിയാണ്. അതിനോടൊക്കെ അനുബന്ധിച്ചാണ് ഇങ്ങനെയുള്ളൊരു കുഞ്ഞു പുൽക്കൂട് ഒരു കുടുംബത്തിൽ നിന്നുമുള്ളൊരാശയം നമ്മൾ രൂപകൽപ്പന ചെയ്തത്. കുടുംബങ്ങളൊക്കെ വളരെ സ്വീകാര്യതയോടെ അത് ഉൾക്കൊണ്ട് നന്നായിട്ട് മനോഹരമായിട്ട് ചെയ്തു. ആ പുൽക്കൂടുകളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം, നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മളൊരു കുഞ്ഞ് പ്രാർത്ഥനാ നിയോഗമൊക്കെ വെച്ച് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. എല്ലാവരും അത് ഭംഗിയായിട്ട് സ്വീകരിച്ചു. നമുക്കറിയാം, പുൽക്കൂടെന്ന് പറയുന്നത് പുൽക്കൂടിൻ്റെ ഒരു ആത്മീയതയുണ്ട്. അതിനകത്ത് ഒന്നും നിസ്സാരമല്ലെന്ന് ഈ പുൽക്കൂട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബത്ലഹേമിലെ ഏതോ ഒരു നാട്ടിലെ ഒരു കാലിത്തൊഴുത്തിൽ ക്രിസ്തു വന്ന് പിറന്നപ്പോൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ക്രിസ്തു വന്ന് പിറക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുമ്പിലും ചരിത്രം വഴിമാറും എന്നുള്ള സുന്ദരമായ ഓർമ്മപ്പെടുത്തലാണ് പുൽക്കൂട് നൽകുന്നത്. മലപ്പുറം ജില്ലയിലെ ആദ്യ കുടിയേറ്റ മേഖലയായ മണിമൂളിയിലെ ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിൽ ഒരുക്കിയിട്ടുള്ള പുൽക്കൂടുകൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് പകർന്നു നൽകുന്നത്. 480ഓളം കുടുംബങ്ങളാണ് ഈ ഇടവകയിലുള്ളത്. വലിച്ചെറിയാൻ എളുപ്പമാണെന്നും അവയിലെ നന്മ തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഉണ്ണിയീശോ ജനിക്കുന്നതുമെന്നുമുള്ള സന്ദേശം ലോകത്തിന് നൽകാൻ കഴിയുന്നു എന്നും ഇടവക ജനങ്ങൾ പറയുന്നു. ഷെക്കൈന ന്യൂസ്, മലപ്പുറം.